മലയാള സിനിമയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയ ഒരു അഭിനേതാവാണ്. 50 വർഷങ്ങൾ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് 50 വർഷമായ നടന്മാർ. പക്ഷെ ഈ 50 വർഷവും അദ്ദേഹം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻദാസ് എന്ന അഭിനയ മോഹി സിനിമയിലെത്തി. അതിനുശേഷം അദ്ദേഹത്തിന്റെ പേര് മാറി. പിന്നീട് മലയാളികളെല്ലാം അദ്ദേഹത്തെ അറിഞ്ഞതും വിളിച്ചതും സ്നേഹിച്ചതും മറ്റൊരു പേരിലാണ്. ഞാനും ഇപ്പോൾ ആ പേരിൽ തന്നെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ ആദരവോടെ ബഹുമാനത്തോടെ ഫൺസ് അപ്പോൺ എ ടൈം എന്ന ഈ പരിപാടിയെ ധന്യമാക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ശ്രീ കുഞ്ചൻ ചേട്ടൻ. TV ഇല്ലാത്ത കാലത്ത് വരുന്നു, പിന്നീട് TV വരുന്നു, മൊബൈൽ ഫോൺ വരുന്നു, മാധ്യമങ്ങൾ വരുന്നു, കേബിൾ TV ആയി, ഇന്റർനെറ്റായി, ഇങ്ങനെ കല അവതരിപ്പിക്കപ്പെടാനുള്ള മാധ്യമങ്ങൾ കുത്തൊഴുകി വരികയും വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഇതിനോടൊപ്പം ഒരു തരി മാറാതെ ആ എല്ലാത്തിലൂടെയും കടന്ന് മുന്നിലേക്ക് കുഞ്ചൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു സെൽഫ് മോട്ടിവേഷൻ എവിടെ നിന്നാണ് കുഞ്ചൻ ചേട്ടനുള്ളത്? ഇത് ദൈവാധീനം എന്ന് പറയും. കാരണം പിന്നെ എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ വലിയ കലാകാരന്മാരൊന്നുമില്ല. ഞാനായിട്ട് ഉണ്ടാക്കിയ കലയാണ്. ഫോർട്ട് കൊച്ചിയിലാണ് ഞാൻ ജനിച്ചു വിടുന്നത്. അപ്പം അവിടെ ഒരുപാട് കലാകാരന്മാർ ജനിച്ചു വിടുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതിനൊരു ചെറിയൊരു അംശം എനിക്കും കിട്ടി, അത്രേ ഉള്ളൂ. ഏത് മദ്രാസിലോട്ടല്ലേ പോയത് സിനിമയ്ക്ക് അഭിനയിക്കാൻ ആഗ്രഹമായിട്ട്? മറ്റേ അത് അതിനകത്ത് പിന്നെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടൊരു കഥകളുണ്ട്. ആദ്യമായിട്ട് സിനിമ അഭിമുഖീകരിക്കുന്നത്, ക്യാമറ അഭിമുഖീകരിക്കുന്നത് ഒരു ചെറിയ ഷോർട്ട് ഫിലിമിൽ കൂടിയാണ്. ഞാനപ്പം അത് കോയമ്പത്തൂരിൽ ഒരു ചെറിയ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനകത്ത് ഒരു തമിഴൻ വന്നപ്പോൾ ഞാൻ അവിടെ ചെറിയ ഏകാംഗ നാടകങ്ങളിലൊക്കെ അഭിനയിക്കും കോയമ്പത്തൂർ. അളി വന്ന് ചോദിച്ചു, എന്നെ പാത്താ നാഗേഷ് മാറിയൊക്കെ ഉനക്ക് സിനിമയിൽ ആക്ട് പണ മുടിയുമാ? സാർ സിനിമയിലാടാ 250 രൂപ തരാൻ. 250 രൂപ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്ത് ഭയങ്കര എമൗണ്ടാണ്. അന്ന് പട്ടറിയും പരിപാടിയാണ്, സത്യം പറയാം. അപ്പം 250 രൂപ കിട്ടിയ എന്നുള്ളതിൽ ഞാൻ നേരെ സമ്മതിച്ചു. ഒരു കോവണം മാത്രം ഉടുപ്പിച്ച് അമ്പലത്തിന്റെ മുമ്പിൽ എൻ്റെ 2 കൈയും 2 കാലും കെട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പം കുറച്ച് ഈ പൊക്കം കുറഞ്ഞ ആളുകൾ എന്നൊക്കെ പാട്ട് പാടാൻ തുടങ്ങി. അപ്പം ഞാൻ സാർ അപ്പോഴും മനസ്സിൽ 250 രൂപ ദൈവമേ. ഇപ്പം അപ്പം കുറച്ച് 10-15 ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതിനകത്തൊക്കെ കുറച്ച് കൂടുതൽ, ഇതിനകത്ത് മുഴുവൻ പാമ്പായിരുന്നു. ഇത് മുഴുവൻ എൻ്റെ ദേഹത്ത് കൊണ്ടുവന്നിട്ട്, എൻ്റെ ദൈവമേ ഇനി പോകാനൊന്നുമില്ല, ബാക്കി എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ ചില ന്യൂഡിൽസിനകത്ത് കിടക്കുന്ന പോലെ ഇത് ഇങ്ങനെ പോകുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞു, സാർ എന്നെ വിട്ടെടുക്കുക സാർ, എനിക്ക് 250 രൂപ വേണ്ട സാർ. മുതല കൊല്ലകൂടാതെ അയാൾ എന്നെ വരട്ടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അയാൾ കറക്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ 250 രൂപ തന്നു. അതാണ് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചത്. ഒരുപാട് പാമ്പുകളെയൊക്കെ മേത്തിട്ട് റിസ്ക് ഉള്ള ഫസ്റ്റ് ഷോട്ട് അന്ന് അഭിനയിച്ചു. അതെ അതെ. തുടർന്ന് ഇത്രയും നാളുകൾ എത്രയോ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾക്ക് മറക്കാനാകാത്ത കഥാപാത്രങ്ങൾ. അല്ല, എനിക്കൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാതിരിക്കില്ല, അതെനിക്കറിയാം. വിവരവും വിദ്യാഭ്യാസവും ഇല്ല നിങ്ങൾക്ക് എന്നെ എങ്ങനെ മറക്കാൻ വെക്കും? കിഴക്കൻ മലയെന്നൊരു പച്ചപ്പരിഷ്കാരി വരുന്നു എന്ന് പറഞ്ഞപ്പം അതിതാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മലയാള സിനിമയിൽ ഇന്നോളം കാണിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും മനസ്സിൽ തട്ടിയ പോലീസ് കഥാപാത്രങ്ങളിൽ ഒന്ന് മുംബൈ പോലീസ് എന്ന് പറയുന്ന ചിത്രത്തിൽ കുഞ്ചേട്ടൻ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഒരു പരിധിവരെ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളും ഏറ്റവും പുതിയ പ്രതിഭകളും ഒരേ വേദിയിൽ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് തന്നെയാണ് ഈ പരിപാടിയെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്.